السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. صدق الله العظيم. 17 നമ്പർ ആയത്താണ് എൻ്റെ ഓർമ്മ, അല്ലേ? 17 അല്ലേ? അവിടുന്ന് ഇനി എടുക്കാനുള്ള 16 നമ്പർ ആയത്ത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്താണ്. അൽ-കഹ്ഫിലെ മഹാന്മാർ ഗുഹയിലേക്ക് പോകുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് നടത്തിയ ഒരു ദുആയുണ്ട്. റബ്ബന ഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദ. അവിടുന്ന് തുടങ്ങിയാണ് ഈ ഉത്തരം. റബ്ബേ, ഞങ്ങൾ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഗുഹക്കുള്ളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിന്റെ ഭാഗത്തിനുള്ള സ്പെഷ്യൽ ഔദാര്യം ഞങ്ങൾക്ക് തുറന്നു തരണം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയത്തിലാക്കി തരികയും വേണം. അപ്പൊ അല്ലാഹു തആല അവർക്ക് അവരുടെ ശരീരത്തിൽ കൊടുത്ത കുറെ നിഅമത്തുകൾ, അവരുടെ ചെകിട് മുറിച്ചിട്ടു എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കാതിരിക്കാനുള്ള ഒരവസ്ഥ കൊടുത്തു. കണ്ണ് തുറന്നിട്ടു. പ്രപഞ്ചത്തിൽ അവർക്ക് വേണ്ടി അള്ളാഹു നടത്തിയ പ്രാപഞ്ചിക ഘടനകളുടെ വ്യത്യാസമാണ് ഈ പറയുന്നത്. വതറശംസ, ഗുഹക്കുള്ളിൽ കിടക്കുന്ന ആളുകളെ വതറ, നിങ്ങൾ കാണും. നബിയോടാണ് പ്രഥമമായിട്ട് സംബോധന ചെയ്യുന്നത്. അപ്പൊ അത് കാണുമെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണുമായിരുന്നു എന്ന് അതിന്റെ അർത്ഥം. വതറശംസ, സൂര്യനെ അങ്ങേക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇദാ ത്വലഅത് എന്നുണ്ടാവും. ഇദാ ത്വലഅത് തസാവറു എന്നാണ് ആയത്തിലുള്ളത്. തസാവറു എന്നത് തതസാവറു എന്നായിരുന്നു അതിന്റെ അസല്. സാറയിന്ന് വന്നാണ് തതസാവറു. യതസാവറു, അത് തതസാവറു എന്ന് പറയാൻ കാരണം ഷംസ് എന്നത് അറബ് ഭാഷയിൽ സ്ത്രീലിംഗായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ തതസാവറു എന്ന് പറഞ്ഞത്. അതാണ് ത്വല എന്ന് പറയാ, ത്വലഅത് എന്ന് പറഞ്ഞത്. അപ്പൊ ത്വലഅത് എന്നതിലെ ഒരു താവും തതസാവറു എന്നതിലെ 2 താവും, അപ്പൊ 3 താ ഒരുമിച്ച് കൂടലായി. അതുകൊണ്ട് ഒരു താ കളഞ്ഞതാണ്. ആണ് ഇദാ ത്വലഅത് തസാവറു. ഇദാ ത്വലഅത്, സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, തസാവറു അൻ കഹ്ഫിഹിം ദാത്തൽ യമീൻ, ഗുഹമുഖത്തിനെ തൊട്ട് ഇത്തിരി വലതു ഭാഗത്തേക്ക് തെറ്റിയിട്ടാണ് സൂര്യോദയം സംഭവിക്കുക. വൈദാ ഗറബത്, സൂര്യാസ്തമയ സമയം, തഖ്റിലുഹും, അത് മുറിഞ്ഞു കടക്കും. തഖ്റിലു, ആ സൂര്യന്റെ വെളിച്ചം മുറിച്ചു കടക്കും. ഹും, അവരെ തൊട്ട് ദാത്ത ശിമാൽ, ഇടത് ഭാഗത്തേക്ക്. എന്ന് പറഞ്ഞാൽ ഗുഹന്റെ ഉള്ളിൽ അവർ ഉറങ്ങുന്ന സമയത്ത് അതിന്റെ ഉള്ളിലേക്ക് വെയില് വരാതിരിക്കാൻ, ചൂട് വരാതിരിക്കാൻ, പ്രകാശരശ്മി പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അതിന്റെ ചലനഘടനയ്ക്ക് ഇത്തിരി വ്യത്യാസം വരുത്തി. ഉദിക്കുന്ന സമയത്ത് വലതുഭാഗത്തേക്ക് അങ്ങോട്ടും തെറ്റിക്കും, അസ്തമിക്കുന്ന സമയത്ത് ഇടതുഭാഗത്തേക്ക് ഇങ്ങോട്ടും തെറ്റിക്കും. അപ്പൊ ഈ ഗുഹന്റെ ഉള്ളിലേക്ക് വെളിച്ചം വരൂല. സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, യാ അല്ലാഹ്, കുട്ടികളെ തൊട്ടിയിലിട്ടിട്ട് ഉറക്കുന്ന സമയത്ത് ഉമ്മാരെയാണ് ഈ വേലയിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് വാതിലിനവിടെ, ജനവാതിലിനവിടെ ഇങ്ങനെ ഒരു വിരി കെട്ടുന്നതാണ്. സ്നേഹിച്ചിട്ട് കുട്ടികൾ നല്ല സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് ആ ഒരു പരിപാടിയാണ് ഈ ചെയ്യുന്നത്. ഇവിടെ വിരിയട്ടല്ല അല്ല ചെയ്യുന്നത്, ചലനഘടനയ്ക്ക് അല്ലാഹു തആല വ്യത്യാസം വരുത്തി. എന്നിട്ട് അവരെ ഗുഹന്റെ ഉള്ളിലേക്ക് വെളിച്ചം വരാതിരിക്കാൻ ഉദിക്കണ സമയത്ത് വലത് ഭാഗത്തേക്ക് കുറച്ച് തെറ്റിയിട്ടും അസ്തമയ സമയത്ത് ഇടത് ഭാഗത്തേക്ക് കുറച്ച് ചാഞ്ഞിട്ടുമാക്കി. അപ്പൊ ഈ വെളിച്ചം അവരെ തൊട്ട് മാറി നിൽക്കും, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. ചെകിടിന്റെ കേൾവി അല്ലാഹു തആല നേരത്തെ ഒഴിവാക്കി. കാരണം വോയിസ് കേട്ടിട്ട് ഉണരണ്ടാന്ന് കരുതി. ഇനി വെയിൽ ഇട്ടിട്ട് ഉണരണ്ടാന്ന് കരുതിയിട്ട് അല്ലാഹു തആല സൂര്യന്റെ ചലനഘടനക്ക് ഇത്തിരി വ്യത്യാസം വരുത്തി. എന്നിട്ട് അല്ലാഹു പറയാണ്, ദാലിക മിൻ ആയാത്തില്ലാഹ്, ഇത് നമ്മുടെ കൃത്യമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ദാലിക മിൻ ആയാത്തില്ലാഹ്, ഇത് കൃത്യമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്.
വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. പക്ഷെ എന്ത് ദൃഷ്ടാന്തം ഉണ്ടായിട്ടും കാര്യമില്ല. അല്ലാഹു തആല ഹിദായത്തിലാക്കിയവനെ ഹിദായത്തിലാവുള്ളൂ. വമൻ യുദ്ലിൽ, അല്ല പഴപ്പിച്ചാൽ ഫലൻ തജിദ, നിശ്ചയം തങ്ങളെത്തിക്കൂല ലഹു അവന് വലിയ മുർഷിദ, സന്മാർഗത്തിലാക്കുന്ന ഒരു സഹായിയെ പിന്നെ എത്തിക്കാൻ കഴിയില്ല. അല്ലങ്ങട്ട് ഇടപെട്ടാ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് പോയതന്നെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ദുആക്ക് അത്ഭുതകരമായി നടത്തിയ ഉത്തരത്തെയാണ് ഈ മനസ്സിലാക്കി തരുന്നത്. അവര് ഗുഹന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ദ്വാരുന്ന പടച്ചോനെ, ഞങ്ങള് ഗുഹന്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. അവിടെ ഹോട്ടലില്ല, അവിടെ ടെക്സ്റ്റൈൽസ് ഇല്ല, അയൽവാസികളില്ല, തിന്നാനില്ല, ഒടുക്കാനില്ല, തലവെക്കാൻ തിണ്ണല്ല, ഒന്നുമില്ല. പക്ഷെ നീ വലിയവനാണ്, അതുകൊണ്ട് ഞങ്ങൾ ആരെയും ഏറ്റെടുക്കണേ റബ്ബേ എന്നാണ് ദ്വാരുന്നപ്പോ അള്ളം കണ്ട അവർക്ക് കൊടുത്തതിന് കയ്യും കണക്കില്ല. അത്ഭുതകരമായിട്ട് പ്രാപഞ്ചിക പ്രകൃതിയുടെ ഘടനക്കുള്ളിൽ തന്നെ അള്ളാഹു തആല കയറി വ്യത്യാസം വരുത്തി. സൂര്യോദയ സമയത്തും അതിനൊന്നും അങ്ങോട്ട് ചരിച്ചു, അസ്തമയ സമയത്തും വെയിൽ എട്ടായിരിക്കാൻ വേണ്ടി ഇടത്തേക്കൊന്നും അങ്ങോട്ട് ചരിച്ചു. കാരണം ഇവരുടെ ദുആക്ക് അള്ളാഹു നൽകിയ ഉത്തരമാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, എന്ത് ഉത്തരം ഉണ്ടായിട്ടും കാര്യമില്ല, തൗഫീഖുള്ളവരെ ഹിദായത്തിലാവുള്ളൂ. ഓർമ്മനല്ലേ, ഖുർആൻ എന്നുള്ള ഏറ്റവും വലിയ അത്ഭുതമല്ലേ. എന്നിട്ട് അത് കൈ പിടിച്ചിട്ടല്ലേ വിമർശിക്കുന്ന ആളുകൾ. കാരണം എന്താ, അതിലുള്ള ഹക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഖുർആന്റെ സാഹിത്യം മനസ്സിലാക്കിയിട്ട് മാത്രം ഇസ്ലാമിലേക്ക് വരുന്ന എത്ര ആളുകളുണ്ട്. പക്ഷെ അതേ ഖുർആൻ പിടിച്ചിട്ട് കുറെ ആളുകൾ അതിൽ വിമർശിക്കുകയാണ്. യാ അല്ലാഹ്, കാരണം തൗഫീഖില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തുണ്ടായിട്ടും കാര്യമില്ല, തൗഫീഖ് ഇല്ലെങ്കിൽ ഹിദായത്തിന് നൂറുണ്ടാവില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ന് ആളുകൾ വന്നു പറഞ്ഞു, സഅലു റസൂലല്ലാഹി അൻ യുരീഹും ആയ, നിങ്ങളൊരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം, ഈമാൻ ഉൾക്കൊള്ളാൻ വേണ്ടി ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താ കാണിച്ചു തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആ അമ്പളിൽ ഒന്നങ്ങോട്ട് പടർത്തി തന്നാ മതി എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, ഒരു കൺകെട്ടും അറിയാത്ത, ഒരു മെന്റലിസവും പഠിക്കാത്ത, ഒരു അക്ഷരവും മൊഴിയാത്ത, ഒരു കവിതയും ചൊല്ലാത്ത, ഒരു ശാസ്ത്രീയ പഠനത്തിലും പങ്കെടുക്കാത്ത, ഒരു ഗവേഷണവും നിലവിലില്ലാത്ത, ഒരു സ്ഥാപനത്തിന്റെ വരാന്തയിലും ചവിട്ടാത്ത, ഒരു ഗുരുനാഥന്റെ മുഖവും കാണാത്ത നിരക്ഷരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ചൂണ്ടാണി വിരലങ്ങ് ചൂണ്ടിയപ്പോൾ അമ്പിളി രണ്ടായി പിളർന്നു എന്ന് ഖുർആൻ. കൃത്യമായി അന്വേഷിക്കുമ്പോൾ അതിന്റെ തുമ്പുകൾ ചില ചരിത്ര ശാഖകളിലും കാണാൻ കഴിയുന്നതാണ്. ഒരഭിപ്രായ പ്രകാരം നമ്മുടെ നാട്ടിലുള്ള പള്ളിപ്പാണ പെരുമാൾ, ചേരമാൻ പെരുമാള് മദീനയിലേക്ക് പോകാനും ഇസ്ലാം പുൽകാനും കാരണം തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ മന്ദമാരുതിന്റെ കുളിരേറ്റിരിക്കുന്ന സമയത്ത് മേലോട്ട് നോക്കിയപ്പോൾ ചന്ദ്രൻ പിളർന്നത് കണ്ടു. അതിന്റെ അന്വേഷണത്തിന്റെ മുരടിൽ മദീനയാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ പോയിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് പനി ബാധിച്ചുകൊണ്ട് സലാലയിൽ കിടക്കുന്നുണ്ട്. പേര് താജുദ്ദീൻ എന്നാണ്. ഈ കേരളം മൊത്തം ഭരിച്ചിരുന്ന രാജാവാണ്. അത് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാവും. ദൃഷ്ടാന്തങ്ങൾ അല്ലാഹ് അങ്ങോട്ട് കൊടുത്താൽ ഉണ്ടാവും തന്നെ. ദാലിക മിൻ ആയാത്തില്ല. അത് ചിലപ്പം ദ്വാരക്കണമെന്നില്ല, അല്ലാതെ ഉണ്ടാവും. കണ്ടോ നിങ്ങൾ, ഖദീജാവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ കാരണം എന്താ? പല കാരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാരണം ദൃഷ്ടാന്തം കണ്ടതാണ്. അങ്ങനെ ഖദീജാവിന്റെ കച്ചവട സംഘം പോകുന്ന സമയത്ത് അതിലൊരു മാനേജർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. ഈ മാനേജറാണ്, മൈസറത്ത് മാനേജറാണ്. അപ്പൊ മൈസറത്തിനോട് ഖദീജാവി പോകുന്ന സമയത്ത് പറഞ്ഞെന്താ അറിയോ? 25-ാം വയസ്സിൽ കൂടെ യാത്ര ചെയ്യാൻ അല്ലമീൻ മുഹമ്മദ് ആണെന്ന് റസൂലുള്ളാഹി എന്ന് അറിയപ്പെട്ടിട്ടില്ലല്ലോ. അല്ലമീൻ മുഹമ്മദ് ഉണ്ട് കേട്ടോ. സത്യത്തില് മൈസറത്തെ ഇയനാണ് മാനേജർ, ഇയനാണ്. പക്ഷെ ഈ ആളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും അവരുടെയൊക്കെ വികാരം? മാംസബന്ധിത, ആ സ്വാഭാവികമായ ശരീരത്തിന്റെ റൊമാൻസിക് സിസ്റ്റത്തിലുള്ള ഒരു പ്രണയമല്ല, അല്ലെങ്കിൽ അവരുടെ ഗ്ലാമർ കണ്ടുകൊണ്ടുള്ള ആകർഷണമല്ല. അതിന്റെ ഒക്കെ അപ്പുറത്ത് ഒരുപാട് വായിക്കാണ്ട്. അതാണ് ഈ പറയുന്നത്. തന്റെ ഭർത്താവ് ആവണം എന്ന ചിന്തയില്ലാത്ത സമയത്ത് മാനേജറായ മൈസറത്തിനോട് പറയാണ്, മൈസറത്തെ സംഘത്തിലെ തലവൻ തന്നെയാണ്, പക്ഷെ ഈ പ്രാവശ്യം യാത്ര പോണ സമയത്ത് ആ കൂട്ടത്തിൽ അല്ലമീൻ മുഹമ്മദ് ഉണ്ട്. അത് എന്ത് പറഞ്ഞാലും അപ്പടി സ്വീകരിക്കണം, തിരിച്ച് ഒന്നും പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു. അതെന്താ? ഖദീജാവിന്റെ മനസ്സിൽ അങ്ങനെയാണ് 25-ാം വയസ്സിൽ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് പോയി. അതിനിടയ്ക്ക് ഒരുപാട് ആയത്തുകൾ വന്നു. ഞാൻ ഒന്നും പറയുന്നില്ല, അപ്പൊ സമയം കിട്ടൂല. റബീഉൽ അവ്വലും പറയാം. ഇങ്ങനെ ആയത്തുകൾ ഒരുപാട്. മൈസറത്തന്നെ അത്ഭുതപ്പെട്ടു. എല്ലാ സ്ഥലത്തും തണലിടാൻ കാർമേഘം മേലെ ഇങ്ങനെ വരിക. അത് ആയിരുന്നിട്ടല്ലോ ഇപ്പത്.
പോയിരിക്കുന്ന സ്ഥലത്ത് മുഴുവനും യഹൂദി പണ്ഡിതന്മാര് മൈസറത്തിനോട് ചോദിക്കുക, ഈ യാത്രാ സംഘത്തിലെ മാനേജറുകളാ? അല്ല, ആ മരത്തിന്റെ ഒട്ടിരിക്കണ ആരാൾ? മൈസറത്ത് പറയും, ആ പേര് അല്ലമീൻ മുഹമ്മദ് എന്നാണ്. അപ്പൊ ഇവര് ചോദിക്കുക, വാപ്പാന്റെ ഒരു അബ്ദുള്ള അല്ലേ? ഇവരങ്ങോട്ട് ചോദിക്കുക, ഉമ്മാന്റെ ഒരു ആമീനല്ലേ? അപ്പൊ അവര് നിങ്ങളെങ്ങനെ അറിഞ്ഞ്? കിതാബിലുണ്ട്. യാ അല്ലാഹ്, കിതാബിലുണ്ട് അവരെ കുറിച്ച്. ഇത് അവസാനത്തെ പ്രവാചകനാണ്, ആ മരത്തിന്റെ തൊട്ട് ഇരിക്കേണ്ട ആളല്ല, നിങ്ങൾ കച്ചവടത്ത് കൊണ്ടുവരേണ്ട ആളൊന്നുമല്ല അറിയും. അത് എല്ലാ ഗ്രന്ഥത്തിലുണ്ട്. ഇപ്പൊ അടുത്ത് എന്നോട് ഒരാള് കൽക്കി അവതാരത്തിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിക്കണോ വെച്ച്. കൽക്കി അവതാരം ഞാൻ പറയും, വായിച്ചിക്കണല്ലോ. കൽക്കി അവതാരം കലിയുഗത്തിൽ വിഷ്ണു ഭഗതിന്റെയും സുമതിയുടെയും മകനായി കലിയുഗത്തിൽ പിറക്കുന്നവനാണ് കൽക്കി. കലിയുഗം എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഏജ് എന്നാൽ ജാഹിലിയ യുഗം. ആ യുഗത്തിൽ പറക്കണം. ആരെ മോനായി? വിഷ്ണു ഭഗത് ദൈവദാസൻ അബ്ദുള്ള, സുമതി വിശ്വസ്ത ആമിന. അപ്പോ ഡാർക്ക് ഏജിൽ ജാഹിലിയ യുഗത്തിൽ അബ്ദുല്ലാന്റെ ആമിനാന്റെ മോനായി പറക്കണാണ് കൽക്കീന്ന്. ഇത് വന്നു പോയിക്കണോ ഇല്ലേ? നീ കാത്തിരുന്നിട്ട് കാര്യമില്ല, വന്നു പോയിക്കണു. അർത്ഥാണ്ട് വെച്ചോടത്തിപ്പോ മേപ്പിട്ട് നോക്കുകയാണ്. അർത്ഥം കണ്ട് വെച്ച് സംസ്കൃതം കുറച്ച് നമുക്ക് അറിയാലോ. അർത്ഥം കണ്ട് വെച്ചോക്കും മേപ്പിട്ട് നോക്കുകയാണ്. അപ്പൊ ഇന്നെന്നെ എങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് എത്ര ഉണ്ടാവും? അപ്പോ ഇവരിങ്ങനെ കിതാബ് നോക്കിയിട്ട് പറയും, മുഖം ജനനം ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർക്കൊക്കെ അത്ഭുതം. അപ്പോ തിരിച്ചു വരുന്ന ഡേറ്റ് ഖദീജ ഉമ്മക്ക് നേരത്തെ വിവരം കിട്ടും. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ഇതിൽ ലാഭം കിട്ടിയാൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരാളെ പറഞ്ഞേക്കും, മൈസറത്ത് മാനേജർ. കാരണം ഇയാളെ കൊണ്ടായിരിക്കും ലാഭം കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ ആ ഒരാൾക്ക് ഖദീജ ശമ്പളത്തിന് പുറമെ കുറച്ചും കൂടി നല്ലോ ഹദിയ കൊടുക്കും, പൈസ കൊടുക്കും. ഇപ്രാവശ്യം അതിന് മൈസറത്ത് പറഞ്ഞേക്കണ അല്ലമീൻ മുഹമ്മദിനെയാണ്. അത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പേരിൽ വന്നിട്ടില്ല, അല്ലമീൻ മുഹമ്മദിനെയാണ്. അതിനൊരു കാരണമുണ്ട്. എന്താ അറിയോ? സിറിയയിലെത്തി യാത്രാ ചരക്കുകളൊക്കെ ഇറക്കാൻ നേരത്തെ മൈസറത്തിനോട് അല്ലമീൻ മുഹമ്മദ് പറഞ്ഞു, ഒന്നും ഇറക്കണ്ട, അവിടെ നോട്ടെ, ഒന്നും ഇപ്പൊ ഇറക്കണ്ട. മാർക്കറ്റിലാണെങ്കിലോ സാധനങ്ങൾ വിറ്റുപോകണ ഭയങ്കര വിലക്ക് തൊടാൻ സമ്മതിക്കണില്ല. ആ മൈസറത്ത് ഖദീജായി പറഞ്ഞൊരു കാര്യം ചിന്തിച്ചു, എന്ത് പറഞ്ഞാലും മറുത്തൊന്നും പറയരുത്, അല്ലെങ്കിൽ തട്ടും. കാരണം കച്ചവടം നടക്കണ യാത്രക്കാരെ കച്ചവട. ഈ യാത്രക്കാർ പോയ കച്ചവടം ഉണ്ടാവില്ല, മാർക്കറ്റ് കാലിയാവും, പിന്നെ പെരേക്കാണ്ട് തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ ഒന്നും തൊടണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ മൈസറത്തൊരു കാര്യം അർപ്പിച്ചു. ആൾക്ക് കാർമേഘം തണലിട്ട് കൊടുക്കണൊക്കെ ഉണ്ട്. പിന്നെ കിതാബിലൊക്കെ മുൻകാല കിതാബുകളിലൊക്കെ ആളെ പുള്ളിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ കച്ചവടത്തിന് പറ്റൂല, അത് ഉറപ്പാണ്. കച്ചവടത്തിന് ഇയാളെ പറ്റൂല. കുറെ കഴിഞ്ഞ് പറഞ്ഞു, ഇനി ഇറക്കിക്കോളെന്ന് പറഞ്ഞു. മൈസറത്ത് മൊത്തു നോക്കി, ഇനിയിപ്പൊ ഇറക്കിയിട്ട് എന്താ കാര്യം എന്നാണ് പൈന്റെ മകന. മറ്റേ തിരിച്ചൊന്നും പറയരുതെന്ന് ഖദീജമ്മ പറഞ്ഞല്ലേ. സാധനങ്ങളൊക്കെ പുറത്തിറക്കിയിട്ട് ഇങ്ങനെ ഈച്ചനെ കാട്ടിയിരിക്കുക. അപ്പണ്ട് ഒരു കച്ചവട സംഘം ഒരു വരവ് കണ്ട് വന്നിട്ട് ഇവരെ എവിടോ യാത്രയിൽ കുടുങ്ങിക്കിടക്കായിരുന്നു. സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റൊക്കെ ദൂരേന്ന് വന്നാ, പക്ഷെ യാത്രക്കിടയിൽ വലിയൊരു ബ്ലോക്ക് വന്നിട്ട് കുടുങ്ങിക്കിടക്കായിരുന്നു. അപ്പൊ ഈ മാർക്കറ്റ് മുഴുവനും ആളുകൾ വാങ്ങിയിട്ട് കാലിയായ സമയത്താണ് ഇവര് കുറെ വൈകി എത്തുന്നത്. സാധനങ്ങൾ മുഴുവനും നേരത്തെ വാങ്ങിയ ആളുകൾ വാങ്ങിയ അതേ സാധനങ്ങൾ അതിന്റെ ഇരട്ടി വിലക്ക്, മുത്ത് വിലക്ക് എല്ലാം വാങ്ങി വലിയ ലാഭം ഉണ്ടായി ഖദീജ ഉമ്മന്റെ യാത്രാ സംഘത്തിൽ. മൈസറത്ത് കെട്ടിപ്പിടിച്ചിട്ട് പൊരുത്തപ്പിടിച്ചിട്ട് പറഞ്ഞു, അല്ലമീൻ മുഹമ്മദേ, 40 കൊല്ലായി ഖദീജ ഉമ്മന്റെ കച്ചവടം ഞാൻ ഏറ്റെടുത്തിട്ട്. ഇക്കാലത്തിനിടക്ക് ഞാൻ ഈ ഡ്യൂട്ടി ഏറ്റെടുത്തതിന് ശേഷം ഇങ്ങനെ കച്ചവടം ഉണ്ടായ രംഗം ഉണ്ടായിട്ടില്ല. ഇത് നിങ്ങളെ കൊണ്ടാണ്, അവിടെ നിങ്ങൾ പോയി പറയണമെന്നാണ്. ഇനിയാണ് രസത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമീൻ മുഹമ്മദ് അല്ലേ കച്ചവടം കഴിഞ്ഞിട്ട് ആ കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ വരിക. അപ്പൊ ഖദീജ വീടിന്റെ മുകളിൽ മാളിക അന്നുണ്ട്. ഒരു പാട്ടിൽ തന്നെ അങ്ങനെ ഉണ്ട്, തരുണി മണി ബീവി ഖദീജ മാളിക മുകളിൽ കേറി നിന്ന് തിരുത്തോക നബിയുടെ വരവിനെ കാണാൻ കൊതിക്കുന്നേ. പാട്ട് പാടാൻ വേണ്ടി ഇരുന്നല്ല, ആ ഭാഗം പാടിയതാണ്. അപ്പൊ ഞാൻ ഈ പാട്ട് കേട്ടെന്ന് അന്ന് മാളിയ വീടുണ്ടോ എന്നൊരു സംശയം കോതുന്ന കാലത്തുണ്ടായിരുന്നു. കിതാബ് എടുത്ത് നോക്കുമ്പോൾ മാളിയ വീടുണ്ട്, ഖദീജാവിന്റെ വീട് മാളിക വീട് തന്നെയാണ്. അതിന്റെ മുകളിൽ കയറിയിട്ട് ഖദീജാവ് ഇങ്ങനെ നോക്കുകയാണ്, വരുന്നുണ്ടോ ആള്. അപ്പണ്ട് അല്ലമീൻ മുഹമ്മദ് ഇങ്ങനെ വരുന്നേ. ഖദീജാവിന്റെ കയ്യും കാലം വരച്ചു, നട്ടുച്ചയാണ്. പക്ഷെ ആ പുള്ളിക്കാരന് വെയിലുള്ളില്ല. മേഘം തണലിട്ട് കൊട പോലെ സഞ്ചരിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഖദീജാവ് മനസ്സിൽ ഉറപ്പിച്ചാണ്, ഇത് ഹദിയൊന്നും കൊടുത്താൽ പോരാ, എന്നെ തന്നെ കൊടുക്കണോ, കാരണം ഇത് അന്ത്യദൂതനാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. സത്യത്തിൽ ആ കല്യാണം അങ്ങനെ ഉണ്ടായത്.
പക്ഷെ വിമർശകന്മാര് പറയണത് പ്രേമിച്ച് കല്യാണം കഴിച്ചാണെന്ന്. യാ അല്ലാഹ് സുഖമില്ല എന്നുള്ളതല്ലാതെ ഖദീജാവിന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട്. ഇത് ആള് വേറെയാണ്. ഇത് ഉലകത്തിന്റെ അന്ത്യമുത്താണ്, സത്യത്തിന്റെ മുത്തനാണ് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ പറയുന്നത് ദ്വാരക്കാതെ തന്നെ അള്ളാഹു താല പ്രാപഞ്ചിക ഘടനയിൽ വ്യത്യാസം വരുത്തി. ഇവർക്ക് ദ്വാരന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തു. ഇത് മുഴുവനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാ. ബാക്കി നമുക്ക് നാളെ അർത്ഥം വെക്കാം. കാരണം എന്താ അറിയോ, തങ്ങള് ഗൾഫിൽ പോവാ, അവര് ക്ലാസ് ഒഴിവാക്കണ്ടെന്ന് കരുതിയിട്ടിരിക്കുകയാണ്. കാരണം ഫ്ലൈറ്റ് 9:30 മണിക്ക് ഫ്ലൈറ്റ് ഉള്ള ആളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ക്ലാസ് ഒഴിവാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത്. അള്ളാഹു താല അവരുടെ യാത്രയിലേക്ക് സന്തോഷം പ്രദാനം ചെയ്യട്ടെ. അവയും ബഹുമാനപ്പെട്ട ഒരു യാത്ര പറയാൻ വേണ്ടി മേലെ വന്നിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു റബീഉൽ അവ്വലിന് ഞാൻ അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിലൊരു സങ്കടമുണ്ട്. റബീഉൽ അവ്വൽ ഇവിടെ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം. കാരണം റബീഉൽ അവ്വൽ നമ്മള് റസൂലുള്ളാഹിന്റെ മദ്ഹ് നന്നായിട്ട് പറയുന്ന മാസമാണ്. അത് തുടങ്ങി, ഇന്നലെ മുതൽ തുടങ്ങി. കാരണം ഇതൊക്കെ കയറട്ടെ, യൂട്യൂബ് കയറട്ടെ, ആളുകൾ പഠിക്കട്ടെ. എത്രയോ ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇല്ലേ നമ്മൾ മനസ്സിലാക്കിയത്, വായിച്ചൊക്കെ അബദ്ധാണല്ലേ. കാരണം ഒരു സൈഡ് വായിച്ചങ്ങോട്ട് പോകും, എന്നിട്ട് യുക്തിവാദികളുടെ പ്രസംഗം കേട്ട് പഴക്കല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആയുസിൽ ആരാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സമൂഹ മധ്യേ അനാവരണം ചെയ്യണം, അടയാളപ്പെടുത്തണം, ചിന്തക്കിട്ട് കൊടുക്കണം. ഹബീബിന്റെ വ്യക്തിത്വ പ്രഭാവത്തെ പ്രകാശിപ്പിക്കണം. അള്ളാഹുവിന് ആയുസ്സും ശബ്ദവും ശേഷിയും ഓർമ്മയും ജ്ഞാനവും മഹബത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർക്ക് ഇവിടെ പങ്കെടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അള്ളാഹു തആല എല്ലാ ദിവസങ്ങളിലും ആ മദഹിൽ പങ്കെടുത്ത കൂലി ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു നൽകട്ടെ. പിന്നെ കുട്ടികളെ പോറ്റാൻ വേണ്ടിയാലോ ഈ കടൽ കടന്നു പോകണതല്ല. ഇപ്പൊ ആർക്കെങ്കിലും പോകാൻ ബുദ്ധിമുട്ടായിട്ടാണ്. അള്ളാഹു താല അവർക്ക് ഹൈറായ ഔദാര്യത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ആരോഗ്യം അള്ളാഹു കൂട്ടിക്കൊടുക്കട്ടെ. സൗദിയാണ്. ഞാൻ ജിദ്ദ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ കുറെ ആളുകൾ ഇന്ന് പോന്നിട്ട് ജലീർ റഹ്മാൻ ഇസാല്ലേ ഞങ്ങൾ വേലയേക്കലുണ്ട്. ഞാൻ നിങ്ങളെന്തേ, ഞങ്ങൾ ഇന്നാലിന്ന എയർപോർട്ടിൽ നിന്ന് പോണ്ടാണ്. ഇവിടെ ഏതൊരു സ്ഥലം പറഞ്ഞു, അവിടുന്ന് 600 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അവിടെ ബോംബ് ഇട്ടിട്ട് എയർപോർട്ടൊക്കെ പൂട്ടിയിട്ട് ഇന്നലെ രാത്രി പുറപ്പെട്ടാണ് ഇന്ന് ഉച്ചക്ക് അവിടെ എത്തിയതെന്നൊക്കെ പറഞ്ഞു. തങ്ങൾ ഏത് എയർപോർട്ടിൽ ഇറങ്ങണം? അത് അടച്ചിട്ടില്ലേ? ഇല്ലല്ലേ? ഏതായാലും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ഇപ്പോഴത്തെ ഭീഷണിയിൽ നിന്നൊക്കെ അള്ളാഹു തആല അവരെയും അവിടെ പാർക്കുന്ന എല്ലാവരെയും, ലോക ജനതയെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. തങ്ങൾക്ക് അള്ളാഹു തആല യാത്രയിൽ സന്തോഷവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ ക്ലാസ്സിലെ നല്ലൊരു മുഖാണ്. അവർ പോകാന്നുള്ള വ്യക്തിപരമായിട്ട് നമുക്ക് നല്ലൊരു നഷ്ടമാണ്. പക്ഷെ പിടിച്ചെക്കാൻ പറ്റൂലല്ലോ. ഏതായാലും ഈ ക്ലാസ്സിലെ ഒരംഗം എന്ന നിലയിൽ എല്ലാവിധ നന്ദിയുണ്ട്. എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ആളാണ്. അവരോട് പ്രത്യേകമായ മതിപ്പും ബഹുമാനമുണ്ട്. ആ മതിപ്പ് നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ കൂടെ ഇരിക്കാൻ അള്ളാഹു കാരനായി സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അബൂബക്കർക്കുണ്ട്. അബൂബക്കർക്കാരനെ ബാവൊക്കെ ആയിരിക്കണേ. അതെ, ബാക്ക് പോയോ? അതാ മൂപ്പര് ഇന്ന് ദ്വാരക്കാൻ വേണ്ടി ചായം ചെയ്യുന്നു. ഞാൻ ഇന്നലെ എന്നോട് പറയണേ, ഞാൻ പറയും നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം ദ്വാരക്കാന്ന്. പക്ഷെ ഇന്നിപ്പോ കൊടുന്നതിന് ശേഷം എന്നോട് പറഞ്ഞു. കാരണം മൂപ്പര് ചായം ചെയ്യുന്നതിനും പൈസ തരികയെന്ന് പറഞ്ഞാല് അള്ളാഹു താല ഏതായാലും ഹൈറായ പൈസ ഏറ്റി കൊടുക്കട്ടെ. മൂപ്പര് വാപ്പാക്കും മാക്കും ദ്വാരക്കാനാണ് പറഞ്ഞ്. അള്ളാഹു താല അവരുടെ വാപ്പ മരിച്ച ഈസ അവരുടെ ഖബർ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. മാതാപിതാക്കൾ, അവരുടെയും നമ്മളുടെയൊക്കെ മാതാപിതാക്കൾ വീട്ടിൽ പോയിട്ട് ഉമ്മാന്ന് പറയാൻ ഒരാളില്ലാതിരുന്നുള്ള ദുരിതം എനിക്കറിയാം. ആരുണ്ടായിട്ടും കാര്യമില്ല. കൊളിമേലടിച്ചിട്ട് ഉമ്മാ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വീട്ടിലൊരാളില്ലെങ്കിൽ വിളക്ക് കെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. ഏതായാലും ഒരുപാട് ആളുകൾ ഉമ്മാരില്ലാത്തവരാണ്, വാപ്പാരില്ലാത്തവരാണ്. അവർക്കൊക്കെ അള്ളാഹു, ഞാനടക്കം അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ബാവക്കാന്റെ വാപ്പമ്മക്ക് അള്ളാഹു തആല ഖബറിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. പ്രയാസപ്പെട്ട് ഞെരുങ്ങി ജീവിക്കുന്ന അദ്ദേഹം അവരുടെ പേരിൽ തന്ന ചായ ചീനിയുടെ സവാബ് അള്ളാഹു തആല ഖബറിലേക്ക്, ഖബറിന്റെ വിശാലതയ്ക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു തആല ഖബറിൽ സുഗന്ധവും പ്രകാശവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ സദസ് അള്ളാഹു കബൂലാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദിന്റെ യാത്ര അള്ളാഹു സന്തോഷത്തിലായി കൊടുക്കട്ടെ. അള്ളാഹു മൻസൂറും ചേർന്ന് മതി അവർക്ക് പോകാനുള്ള. അള്ളാഹു മൻസൂർ ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദ്
اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا ولمن دفنوا حوالينا. اللهم انصرنا وانصر من يريد منا السفر نصرا عزيزا في كل أحوالنا وفي كل حاله وفي كل أوقاته. اللهم بلغه إلى الخليج بلا عسر ولا مشقة ولا تعب يا رب العالمين. أنت الصاحب في السفر والخليفة في الأهر وكلنا وله نصيرا وصاحبا في السفر وفيما بعد السفر. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.